2024 എന്ന പുതുവർഷം രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കും. ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സാഹചര്യങ്ങളാണോ നിലനിൽക്കുന്നത് അതിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും അവ നടപ്പിലാക്കാനുമുള്ള പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസിന് ഇനിയും കടക്കാനായിട്ടില്ല. കേരളത്തിൽ ഉൾപ്പെടെ പുതുവർഷ പുലരി തന്നെ ഉണർന്നത് കോൺഗ്രസിലെ തമ്മിലടി കേട്ടുകൊണ്ടാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷയുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ പോലും തകർന്നടിഞ്ഞ കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തിൽ വൻ ചോർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ത്യ എന്ന സഖ്യത്തിന്റെ ഭാഗമായി പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഏകപക്ഷീയവും ധാർഷ്ട്യവും നിറഞ്ഞ സമീപനമാണ് കോൺഗ്രസിനെ പരാജയത്തിന്റെ പടുകുഴിയിലെത്തിച്ചത് എന്ന വിമർശനം ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും ഉയർത്തി. രാജസ്ഥാനിലടക്കം അധികാരത്തിലുണ്ടായിരുന്ന ഇടങ്ങളിൽ തലയെടുപ്പുള്ള നേതാക്കളുടെ തമ്മിലടി തോൽവിക്കുള്ള പ്രധാനപ്പെട്ട കാരണമായി. കോൺഗ്രസ് തമ്മിലടിച്ച ഘട്ടങ്ങളിലെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് നേട്ടം കൊയ്യുകയായിരുന്നു BJP. കുടുംബാധിപത്യ പാർട്ടി എന്ന BJP വിമർശനത്തിൽ നിന്ന് പുറത്തുകടക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നു മാത്രമല്ല, കഴിവും മുൻപരിചയവുമുള്ള ഒട്ടനേകം നേതാക്കളെ ഫലപ്രദമായി ഉപയോഗിക്കാനും അവർക്ക് താൽപ്പര്യമില്ലെന്ന് വേണം കരുതാൻ. കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കളെ BJP ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് കോൺഗ്രസ് പഠിക്കേണ്ടിയിരിക്കുന്നു. തകർന്നു കിടക്കുന്ന പാർട്ടിയെ കൈപിടിച്ചുയർത്താൻ രാഹുൽ ഗാന്ധി ആവുന്നതെല്ലാം ചെയ്യുന്നു എന്നതോടൊപ്പം BJPയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും നേരിട്ട് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരേയൊരു കോൺഗ്രസ് നേതാവ് രാഹുൽ മാത്രവുമാണ്. മറ്റൊരു കോൺഗ്രസ് നേതാക്കളും മുഖ്യ എതിരാളികളായ BJPക്കെതിരെ മിണ്ടുന്നില്ല എന്നതിന്റെ തെളിവാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് VM സുധീരൻ നടത്തിയ വിമർശനങ്ങൾ. കോൺഗ്രസിന്റെ നവലിബറൽ സാമ്പത്തിക നയങ്ങളാണ് BJPക്ക് ഇപ്പോൾ രാജ്യത്തെ കൊള്ളയടിക്കാൻ വഴിയൊരുക്കിയതെന്നും BJPയുടേത് തീവ്ര ഹിന്ദുത്വമാണെങ്കിൽ കോൺഗ്രസിന് മൃദു ഹിന്ദുത്വമാണെന്നും സുധീരൻ പരസ്യമായി പറഞ്ഞത് പുതുവർഷാരംഭത്തിൽ തന്നെ കോൺഗ്രസിന് കല്ലുകടിയായി. അയോധ്യ ക്ഷേത്ര ഉദ്ഘാടനത്തിനുള്ള ക്ഷണം കോൺഗ്രസ് നിരസിക്കണമായിരുന്നു എന്നും സുധീരൻ തുറന്നടിച്ചു. K. സുധാകരനും സതീശനും നേതൃത്വത്തിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷ കെട്ടുപോയെന്നും 2 ഗ്രൂപ്പിന് പകരം ഇപ്പോൾ 5 ഗ്രൂപ്പാണെന്നും KPCC അധ്യക്ഷൻ വരെയായിരുന്ന ഒരു മുതിർന്ന നേതാവ് പരസ്യമായി വിളിച്ചു പറയുന്നിടത്താണ് കോൺഗ്രസിന്റെ അപജയം എത്ര ആഴത്തിലാണെന്ന് വ്യക്തമാവുന്നത്. ഇടതുപക്ഷം ഏറെക്കാലമായി ഉന്നയിക്കുന്ന അതേ വിമർശനങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സുധീരനെ പോലൊരാൾ പറയുന്നതിനെ അപ്പാടെ തള്ളിക്കളയാതെ പറഞ്ഞതിൽ എന്തെങ്കിലും ഉൾക്കൊള്ളേണ്ടതുണ്ടോ എന്ന പരിശോധന നടത്തുന്നത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ, പ്രത്യേകിച്ചും 2024 ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കുമ്പോൾ.